കെ അനിൽകുമാർ, ഇവിടെ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് എന്താണ്, അവിടെ പോയിട്ട് മണിപ്പൂരിലെ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് സജി ചെറിയാൻ ചോദിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്, അത് ചോദിക്കേണ്ട ചോദ്യമാണ്. ശ്രീ കെ അനിൽകുമാർ പക്ഷേ അപ്പോഴും അപ്പോൾ അതിൻ്റെ ശോഭ കെടുത്തി എന്താണ് രോമാഞ്ചം, എന്താണ് ഒരു കേക്ക് പീസ്, മുന്തിരിട്ട് മാറ്റി എന്തോ വീഞ്ഞ് എന്നൊക്കെ പറയുന്നതിനപ്പുറം സജി ചെറിയാൻ പറയേണ്ട രാഷ്ട്രീയം, ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയേണ്ട രാഷ്ട്രീയം വളരെ വ്യക്തമായി നേർക്കുനേർ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് ഭംഗിയായനെ അത്. ശ്രീ കെ അനിൽകുമാർ, ഇവിടെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് ഒളിച്ചു വെക്കാതെ പറയുന്നൊരു സംഘടനയാണ് RSS. അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാം അകലം പാലിക്കൊണ്ടൊരു സംഘടനയാണ്. പ്രത്യേകിച്ചും അതിന്റെ ഔദ്യോഗിക ജിഹിയെന്ന് പൊതുജനങ്ങൾ കരുതുന്ന ഓർഗനൈസർ അതുപോലും വായിക്കാൻ കൊള്ളാത്തൊരു സാധനമാണ്. അതിൽ പറയുന്ന രാഷ്ട്രീയം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നെല്ലാമാണ് BJPയുടെ വക്താവ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് BJPയുടെ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇരട്ട നാക്ക് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ഈ ചർച്ച തന്നെ എവിടെ വരെ എത്തി? വിചാരധാര പഴയ പുസ്തകമാണ് എന്നു തൊട്ടാണ് വിചാരധാര നിങ്ങൾക്ക് പഴയ പുസ്തകമായത്. നിങ്ങൾക്ക് ഏതെല്ലാം പുസ്തകങ്ങൾ പഴയ പുസ്തകങ്ങളാണ്? 1923 ഹിന്ദുത്വ ഈസ് ഡിഫൈൻഡ്. നിങ്ങൾ ഹിന്ദുത്വയെ നിർവചിക്കുമ്പോൾ ആ ഹിന്ദുത്വ എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനങ്ങളിലൊന്ന് മ്ലേച്ഛസ്ഥാൻ എന്നൊരു പ്രയോഗമാണ്. എന്താ മ്ലേച്ഛസ്ഥാൻ? ഹിന്ദുക്കളല്ലാത്ത ആളുകൾ ആരൊക്കെയോ അവർ താമസിക്കുന്ന എല്ലാ സ്ഥലവും മ്ലേച്ഛസ്ഥാനാണ്. ഈ പ്രയോഗം ആദ്യമായി വരുന്നത് 1923 ഹിന്ദുത്വ എന്ന പുസ്തകത്തിലാണ്. അത് നിങ്ങൾ തള്ളി പറയുന്നുണ്ടോ? 1939 നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവചിക്കപ്പെടുന്നു. 3 ശത്രുക്കളെക്കുറിച്ച് പറയുന്ന പുസ്തകം ഉണ്ടല്ലോ. ആ 1939 പുസ്തകം നോക്കൂ. ജൂതന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ജർമ്മനിയും ഇറ്റലിയും ജൂതന്മാരെ കൈകാര്യം ചെയ്ത് നോക്കൂ. മാതൃകാപരമാണ്. അതിന്റെ തലേ പേജിൽ പറയുന്നത് എന്താണെന്നറിയാമോ? തലേ പേജിൽ പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പതാ പുതിയൊരു സംവിധാനം വന്നിരിക്കുന്നു. അവിടെ ജൂതന്മാർക്കൊരു രാജ്യമുണ്ടാകാൻ പോകുന്നു. അവർ മുസ്ലിങ്ങളെ കൈകാര്യം ചെയ്ത് നോക്കൂ. അത് മാതൃകാപരമാണ്. അപ്പൊ നിങ്ങൾ ആരെയൊക്കെ കൈകാര്യം ചെയ്യാനാണ് നിങ്ങളുടെ പുസ്തകങ്ങളിൽ പറയുന്നത്? ജൂതന്മാരെ കൈകാര്യം ചെയ്യണം, വേട്ട നടത്തണം, ക്രിസ്ത്യൻ വേട്ട നടത്തണം, മുസ്ലിം വേട്ട നടത്തണം. പിന്നെ ബുദ്ധമതക്കാരെ കൊല്ലേണ്ടവരാണ്, ജൈനമതക്കാരെ കൊല്ലേണ്ടവരാണ്. ഈ വേട്ട എന്ന് പറയുന്ന നിങ്ങൾ ഈ ലോകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണ് RSS, BJP. എന്നിട്ട് അവർ തരാതരം പോലെ ഞങ്ങൾക്ക് ബന്ധമുണ്ട്, ബന്ധമില്ല, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും, മാറി മറിച്ചും തിരിച്ചും പറയും. പ്രശ്നം എന്താ? ഇപ്പൊ അദ്ദേഹം പറഞ്ഞു മെയ്തുകൾ, അതുപോലെ കുക്കുകൾ ഗോത്രങ്ങളാണ്. പക്ഷെ ഇന്ത്യ രാജ്യത്ത് അവർ ഒരുമിച്ച് ജീവിച്ചു വരുന്നവരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മെയ്തേ ലേപ്പൻ എന്നൊരു സംഘടന? അതിന്റെ അധ്യക്ഷനായിരിക്കുന്ന ആള് ഗുജറാത്തിൽ നിന്നും ABVP പ്രവർത്തകനായിരുന്ന ഒരാളല്ലേ, രാം സിംഗ്, പ്രമോദ് സിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന്റെ. അദ്ദേഹം മണിപ്പൂരിൽ ചെന്ന് RSS നിരോധിക്കപ്പെട്ട ഒരാൾ മണിപ്പൂരിൽ ചെന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? മണിപ്പൂരിൽ പ്രമോദ് സിംഗ് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ നിർമ്മിതി. എന്ത് രാജ്യമാണ്? മെയ്തകൾക്കൊരു രാജ്യം. മെയ്തകൾക്കൊരു രാജ്യം ഇന്ത്യയിൽ വേണമെന്നുള്ള സംഘടന നിങ്ങൾ നിരോധിച്ചോ? ഇന്നത്തെ രാത്രിയിൽ ഞാൻ ഉത്തരം ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ശിവശങ്കർ പറയുന്നത് കുക്കുകളും മെയ്തകളും 2 ഗോത്രങ്ങളാണ്, ഗോത്രവഴക്കാണ്, ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല. വേണ്ട, നിങ്ങൾ പറഞ്ഞു സ്വീകരിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് മെയ്തേ ലേപ്പൻ എന്ന് പറയുന്ന നിങ്ങളുടെ RSSകാരെ സംഘടിപ്പിച്ച സംഘടനയെ നിരോധിച്ചില്ല? ഇപ്പൊ പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് അവിടുത്തെ ഇന്നത്തെ ഒരു ഗവൺമെന്റ് അവിടെ നിൽക്കുന്നുണ്ട്. ആ ഗവൺമെന്റിൽ നിങ്ങളുടെ മന്ത്രിയുടെ അവസ്ഥ എന്താ? കുക്കി വിഭാഗത്തിൽപ്പെട്ട മന്ത്രിയുടെ അവസ്ഥ എന്താ? അദ്ദേഹം എന്താണ് അവിടുത്തെ ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞത്? കുക്കി വിഭാഗത്തിൽപ്പെട്ട 10 MLAമാര് ഡൽഹി വന്നിട്ട് അവരോട് വർത്താനം പറയാൻ തയ്യാറായി ഇന്ത്യൻ പ്രധാനമന്ത്രി. മണിപ്പൂരിനെ കുറിച്ചൊരു വാക്ക് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായോ? കുക്കികൾ ഇന്ത്യൻ പൗരന്മാരല്ലേ? ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. പൗരന്മാരുള്ളൂ. അല്ല, ഇതൊക്കെ പറയേണ്ടതാണ്, ഇതൊക്കെ ഉറക്കെ ചോദിക്കേണ്ടതാണ്. പക്ഷെ പ്രശ്നം ഈ മന്ത്രി സജി ചെറിയാൻ അതിലെന്തിനാണ് കേക്കും വൈനും കലർത്തുന്നത് എന്തിനാണ്? അത് ചോദിക്കുമ്പോഴല്ലേ ഇത് എന്താണ് ഈഗോ ഹത്തായിട്ടും ഒക്കെ തോന്നുന്നത്. ഈ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി പ്രധാനമന്ത്രിക്ക് ഒരു നിവേദനമായി എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്ന് ചോദിക്കാമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാല്
അതേ ചോദിച്ചിട്ടുള്ളൂ. ആ കൂടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തരുന്നത് കൊലച്ചോറാണ് കേട്ടോ, തരുന്നത് കൊലച്ചോറാണ്. അതാണ് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്. നിങ്ങളൊരു വിരുന്നിന് മുഖ്യമന്ത്രി ഇത്തവണ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത്തവണ വൈദിക മേലധ്യക്ഷന്മാരെ വിളിക്കുമ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം ഇന്ത്യയിൽ 532 സ്ഥലങ്ങളിൽ ക്രൈസ്തവ വേട്ട നടന്നു. സാന്താക്ലാസിന്റെ രൂപങ്ങൾ കത്തിച്ചില്ലേ ഈ പറയുന്ന ക്രിസ്തുമസ് നാളുകളിൽ ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരം? എത്രയോ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അതിലടിക്കുന്നത്, ന്യൂ ഇയർ ആഘോഷിക്കരുതെന്ന് പറയുന്നത്, വിശ്വ ഹിന്ദു പരിഷത്തും ഐക്യവേദിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ മന്ത്രി ഒരു പ്രസംഗത്തിൽ ആലങ്കാരികത പറയുന്നുണ്ടെങ്കിൽ ആലങ്കാരികതയ്ക്കല്ല കാര്യം, അതിന്റെ പൊളിറ്റിക്സ് എന്താണ്? ശരി, ഞാൻ അങ്ങനെ താങ്കൾ പറഞ്ഞു ഇന്ത്യ രാജ്യത്തെ ഇന്ന് പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു അപ്പോഴും ഞാൻ പറയുന്നു സജി ചെറിയാന്റെ ഭാഷ ശരിയല്ല. സജി ചെറിയാൻ ഈ പറയുന്ന വിഷയങ്ങൾ ആലങ്കാരികതയില്ലാതെ നേർക്കുനേർ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിലാവില്ല ചർച്ച ചെയ്യേണ്ടത്. ഇത്തരത്തിൽ KCBC-ക്ക് ഒരു വിയോജനക്കുറിപ്പ് പോലും ഇറക്കേണ്ടി വരില്ല. കാര്യം KCBC-ക്ക് അറിയാവുന്ന കാര്യമല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെയൊക്കെ എത്താം.